ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്വസ്റ്റൻ ട്രജേഴ്സ്. അപ്പൊ ഞാനിന്ന് എങ്ങനെയാണ് ഒരു പിരമിഡ്സ് അഥവാ ഒരു പിരമിഡ് ക്യൂബ് സോൾവ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ക്യൂബ് ഷഫിൾ ചെയ്യാം. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ ആൽഗോരിതം ഒന്നും ഇല്ലാണ്ടാണ് അഥവാ ഫോർമുല ഒന്നും ഇല്ലാണ്ടാണ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ ക്യൂബ് ഷഫിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു കളർ സെലക്ട് ചെയ്യണം. ഓക്കെ, സോൾവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ ഇതിൻ്റെ അകത്ത് ഗ്രീൻ, യെല്ലോ, ബ്ലൂ, റെഡ് ആണ് ഉള്ളത്. കളേഴ്സ് 4 കളേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഗ്രീൻ ആണ് സെലക്ട് ചെയ്തത് ഞാൻ. അപ്പൊ നമ്മള് എല്ലാ കളറിനും ആകെ 3 സെന്റേഴ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഗ്രീനിന്റെ 3 സെന്റേഴ്സ് കണ്ടുപിടിക്കണം. സെന്റേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഈ 3 പ്ലേസും ആണ് സെന്റേഴ്സ്. ഈ 2 കളർ ഉള്ളത് എഡ്ജ്, ഈ 3 കളർ ഉള്ളത് കോർണേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെന്റർ, ഈ 3 ഓക്കെ, അപ്പം 3 ഗ്രീൻ കളേഴ്സും ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം. 3 ഗ്രീൻ സെന്റേഴ്സും. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രീനിന്റെ സെന്റേഴ്സ് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആകെ ഒരു കളറ് കറക്റ്റ് ഒരു സൈഡിലോട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് ഗ്രീനിന്റെ എല്ലാ സെന്റേഴ്സും വരുമെന്ന് നമുക്ക് നോക്കാം. 2 എണ്ണം വന്നു, പക്ഷെ ഈ സെന്റർ തിരിച്ചാലും ഇങ്ങോട്ട് വരില്ല. നമുക്കത് എവിടെയാണ് വന്നതെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് ഈ 3 സെന്റേഴ്സും ഒരു കളറിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു സൈഡിലോട്ട് ഈ 3 സെന്റേഴ്സും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളപ്പോ ഫസ്റ്റ് ഈ ഒരു കളറാണ് സോൾവ് ചെയ്യാൻ നോക്കുന്നത്. നമുക്ക് നേരെ ക്യൂബ് താഴത്തോട്ട് ഇങ്ങനെ തിരിച്ചു വെക്കാം. നമ്മളെപ്പോഴും സോൾവ് ചെയ്യേണ്ട കളറ് അടിഭാഗത്തായിട്ടാണ് വെക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മോൾ ഭാഗത്ത് ഗ്രീനിന്റെ എഡ്ജസ് വല്ലതും ഉണ്ടോ നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്. എന്നിട്ട് നമ്മൾ അതിന്റെ സൈഡിലുള്ള കളർ ഏതാന്ന് നോക്കണം. അപ്പൊ അതിന്റെ സൈഡിലുള്ള കളർ റെഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അത് റെഡിന്റെ ആ ഒരു സൈഡുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ഇത് ബ്ലൂവിന്റെ സൈഡാണ്, 2 സെന്റേഴ്സ് ബ്ലൂവിന്റെ ആണ്. ഇത് യെല്ലോയുടെ സൈഡാണ്. ഓക്കെ, അപ്പൊ റെഡിന്റെ സൈഡ് ഇതാണ്. അപ്പൊ നമ്മൾ റെഡിന്റെ സൈഡുമായിട്ട് ഇത് മാച്ച് ചെയ്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രീൻ ആയിരുന്നു സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഗ്രീനിന്റെ എഡ്ജിന്റെ സൈഡിലുള്ളത് റെഡ് കളർ ആയിരുന്നു. അപ്പൊ നമ്മൾ റെഡിന്റെ സെന്ററിലോട്ട് അത് മാച്ച് ചെയ്യിപ്പിച്ചു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഗ്രീനും റെഡും ആണ്. അപ്പോൾ ഇതാണ് ഗ്രീനിന്റെ സെന്റർ, ഇതാണ് റെഡിന്റെ സെന്റർ. അപ്പോൾ ഈ ഗ്രീൻ കളർ ഇവിടെയും റെഡ് കളർ ഇവിടെയാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ എഡ്ജ് വരേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു എഡ്ജ് ഇതിന്റെ നേരെ അലൈൻ ആക്കണം. അപ്പൊ ഈ ഒരു എഡ്ജ് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചാൽ ഈ ഒരു എഡ്ജ് ഇങ്ങോട്ട് വരും. എന്നിട്ട് നമ്മൾ അത് ഇതുമായിട്ട് മാച്ച് ചെയ്യണം. എന്നിട്ട് താഴത്തോട്ടിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു എഡ്ജ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കോർണേഴ്സ് ഫസ്റ്റ് തന്നെ സോൾവ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എഡ്ജിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ വേറൊരു എഡ്ജ് വന്നിട്ടുണ്ട്, യെല്ലോയും ഗ്രീനും ആണ്. അപ്പൊ നമ്മൾ യെല്ലോയുടെ സെന്ററിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ യെല്ലോയുടെ സെന്ററിൽ മാച്ച് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എഡ്ജ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരേണ്ടത്. അപ്പൊ ഇത് അലൈൻ ആക്കാം. എന്നിട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്യാം. എന്നിട്ട് താഴത്തോട്ടാക്കാം. ഓക്കെ, ഇനി ലാസ്റ്റത്തെ എഡ്ജ് ഇങ്ങനെ ട്വിസ്റ്റ് ആയിട്ടാണ് സൈഡിൽ കിടക്കണത്. ഈ താഴത്ത് ഇപ്പോൾ ട്വിസ്റ്റ് ആയിട്ടാണ് കിടക്കണത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു എഡ്ജ് ഈ ഒരു മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു എഡ്ജ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിചാരിച്ചിട്ട്, അപ്പൊ ഈ ഒരു എഡ്ജ് ഇവിടെയാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചോട്ട് താഴത്തോട്ടാക്കാം. അപ്പൊ ഈ ഒരു എഡ്ജ് ഇവിടെ വന്നു, ആ എഡ്ജ് പുറത്തോട്ട് ചാടി. ഓക്കെ, അപ്പോൾ ഈ ഒരു എഡ്ജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡിലുള്ളത് ബ്ലൂ കളറാണ്, ബ്ലൂവിന്റെ സെന്ററിലോട്ട് മാച്ച് ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പം ഇതുമായിട്ട് അലൈൻ ആക്കാം. അങ്ങോട്ട് തിരിക്കുക, താത്തോട്ടാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സൈഡ് ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ കോർണേഴ്സ് ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ഗ്രീൻ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സൈഡ് യൂസ് ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യെല്ലോ താഴത്തോട്ടാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ യെല്ലോ ചൂസ് ചെയ്തപ്പോൾ നമ്മൾ എന്താ കാണണമെന്ന് വെച്ചാൽ
ഈ 2 കോർണേഴ്സും ട്വിസ്റ്റ് ആയി കിടക്കണതാണ്. ഈ ഒരു കോർണർ മാത്രം ശരിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കോർണർ ഈ മോൾ ഭാഗത്തോട്ട് കൊണ്ടുവരണം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു കോർണർ എങ്ങോട്ടെങ്കിലും തിരിക്കുക, ഇങ്ങോട്ടല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിച്ചു, എന്നിട്ട് ഇത് സൈഡിലോട്ടാക്കുക, എന്നിട്ട് ഈ ഭാഗം പിന്നെ തിരിച്ച് താഴത്തോട്ടാക്കുക. അപ്പോൾ ഒരു എഡ്ജ് പീസ് ഇവിടെ വന്നിട്ടുണ്ട്, ഈ ഒരു പീസ് ഫ്രീ ആയിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ അതിൻ്റെ സൈഡിലുള്ള കളർ ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂവിൻ്റെ സെൻറ്ററിലോട്ടാക്കുക, ഇങ്ങോട്ടാണ് വരേണ്ടത്, ഇത് അലൈനാക്കുക, സൈഡിലോട്ടിരിക്കുക, താഴത്തോട്ടാക്കുക. ഓക്കെ, നമുക്ക് ഈ സെൻറ്റേഴ്സ് എല്ലാം ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, സെൻറ്റേഴ്സ് ഇപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ യെല്ലോ ആയിരുന്നു ചെയ്തിരുന്നത്, ഇപ്പോൾ ഒരു എഡ്ജ് ട്വിസ്റ്റ് ആയത് ഇപ്പോൾ ശരിയായിട്ടുണ്ട്. ഇനി സെക്കൻഡ് എഡ്ജ് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് എഡ്ജും ഈ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരാം, എന്നിട്ട് ഇത് അലൈനാക്കാം, താഴത്തോട്ടാക്കാം. ഈ സെക്കൻഡ് എഡ്ജ് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള കളർ റെഡാണ്. ഓക്കെ, അപ്പോൾ റെഡിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുവരാം, ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് അലൈനാക്കാം, എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കുക, താഴത്തോട്ടാക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ യെല്ലോ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെൻറ്റർ എല്ലാം കൂടി ഒന്ന് അലൈനാക്കിയാൽ കാണാൻ പറ്റും. ഇനിയാണ് അവസാനത്തെ കളർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ബ്ലൂ ചെയ്യാം ഇനി. അപ്പോൾ ഇവിടെ ബ്ലൂവിൻ്റെ ഒരു സെൻറ്ററായിട്ട് മാച്ച് ആയിട്ടുണ്ട്, ബ്ലൂവും റെഡും. ഇപ്പോൾ റെഡിൻ്റെ സെൻറ്ററായിട്ട് മാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടാണ് വരേണ്ടത്, അലൈനാക്കുക, സൈഡിലോട്ടിരിക്കുക, താഴത്തോട്ടാക്കുക. ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ട് മാച്ച് ആക്കുക, സൈഡിലോട്ടിരിക്കുക, അലൈനാക്കുക, താഴത്തോട്ടാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇത് തിരിച്ചു കഴിഞ്ഞാൽ ക്യൂബ് സോൾവ് ആയി. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഇത് തിരിച്ച് സോൾവ് ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതൊന്നും കൂടി ഷഫിളായിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു സൈഡ് ചൂസ് ചെയ്യുക. ഓക്കെ, ഒരു കളർ ചൂസ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത് ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ, ഞാൻ പറഞ്ഞായിരുന്നു ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട് ഏത് ഭാഗത്താണ് ബ്ലൂവിൻ്റെ സെൻറ്റേഴ്സ് എല്ലാം അലൈൻ ആവുന്നതെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ഷഫിൾ ചെയ്യാൻ പറയണം ഈ ക്യൂബ്. എന്നിട്ട് നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു കളർ ചൂസ് ചെയ്തിട്ട് ആ കളറിൻ്റെ കോർണേഴ്സ് എവിടെയാണ് അലൈൻ ആവുന്നത് നോക്കുക. അപ്പോൾ ബ്ലൂ കളറിൻ്റെ കോർണേഴ്സ് ഈ ഒരു സൈഡിൽ ഫുൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബ്ലൂവിൻ്റെ കോർണർ ഉണ്ട്, ഇവിടെ ഒരു ബ്ലൂവിൻ്റെ കോർണർ ഉണ്ട്, ഇവിടെ ഒരു ബ്ലൂവിൻ്റെ കോർണർ ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു സൈഡിൽ മാത്രമേ ബ്ലൂവിൻ്റെ സെൻറ്റേഴ്സ് അലൈൻ ആവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്ലൂവിൻ്റെ സെൻറ്റർ ഇപ്പോൾ തന്നെ അലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൻറ്റർ ഇവിടെ ഉണ്ട്, അത് നമുക്ക് തിരിച്ചാൽ അലൈനായി. ഈ ഒരു സെൻറ്റർ ഇവിടെ ഉണ്ട്, അത് നമുക്ക് തിരിച്ചാൽ അലൈനായി. അപ്പോൾ ഇത്ര സിമ്പിളാണ് ബ്ലൂവിൻ്റെ സെൻറ്റേഴ്സ് അലൈൻ ആക്കാൻ. ഇനി നമുക്ക് ആ ഒരു സെൻറ്റർ താഴത്തോട്ടാക്കി വെക്കാം. എന്നിട്ട് ബ്ലൂവിൻ്റെ എഡ്ജസ് മുകളിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ബ്ലൂവും യെല്ലോയും ഉണ്ട്, അലൈനാക്കുക, സൈഡിലോട്ടിരിക്കുക, താഴത്തോട്ടാക്കുക. ഇനി ഇത് ഗ്രീനിൻ്റെ സെൻറ്ററിൽ. ഓക്കെ, നമുക്ക് എഡ്ജസ് ഒക്കെ ശരിയാക്കാം. ഇനി ലാസ്റ്റത്തെ പീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കളർ യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ ശരിയായ ഭാഗങ്ങൾ ചൂസ് ചെയ്യുക, കുറേ ശരിയായ ഭാഗങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതൊക്കെ 2 എണ്ണം മാത്രമേ ഇതിനകത്ത് ശരിയാകാനുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 എണ്ണം മുകളിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അതിന് മുമ്പേ മുകളിലെല്ലാം ഉണ്ടാകുന്ന നോക്കണം എഡ്ജസ്. അപ്പോൾ ഇവിടെ മുകളിലൊരു എഡ്ജ് ഉണ്ട്. ഞാൻ ഇനി യെല്ലോ ആണ് ശരിയാക്കുന്നത്. ഓക്കെ, അപ്പോൾ യെല്ലോയുടെ ഒരു എഡ്ജ് മുകളിലുണ്ട്, അത് ഗ്രീനിൻ്റെ സെൻറ്ററിലോട്ട് മാച്ച് ചെയ്യുക. ഓക്കെ, ഇനി ഈ ഒരു പീസ് അതും ഇതിൻ്റെ സെൻറ്ററിലോട്ട് മാച്ച് ചെയ്യുക. ഓക്കെ, ഇത് ഇനിയാണ് ലാസ്റ്റ് പാർട്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിരിക്കണത്. അപ്പോൾ റെഡ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ റെഡാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് താഴത്തോട്ടാക്കി വെക്കുക. നമ്മൾ സോൾവ് ചെയ്യേണ്ട ആ ഒരു കളറ് താഴത്തോട്ടാക്കി വെക്കുക. എന്നിട്ട് ഇപ്പോൾ ഗ്രീൻ, അപ്പോൾ ഗ്രീനിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുവരിക, ഇത് മുകളിലോട്ടാക്കുക, സൈഡിലോട്ടിരിക്കുക, അടിയിലോട്ടാക്കുക. ഇനി ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു കളറുണ്ട്, റെഡും ബ്ലൂവും. അപ്പോൾ ബ്ലൂവിൻ്റെ സെൻറ്ററിലായിട്ട് ഇപ്പോൾ മാച്ച് ആയിട്ടുണ്ട്. ഈ ഒരു എഡ്ജ് ഇവിടെയാണ് മാച്ച് ആവേണ്ടത്. അപ്പോൾ ഈ ഒരു എഡ്ജ് ഇതുമായിട്ട് അലൈൻ ആക്കുക.
എന്നിട്ട് അത് ഇങ്ങോട്ട് തിരിക്കുക, താഴത്തോട്ടാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യൂബ് ശരിയായി. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതായിരുന്നു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുന്നതാണ്, ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, ചീസ്.